ഹലോ. അവൻ മരിക്കുമ്പോൾ അവനെ നിങ്ങൾ കൊണ്ടുപോയി ചെറിയ നക്ഷത്രങ്ങളായി മുറിക്കുക. അവൻ സ്വർഗത്തിൻ്റെ മുഖം മനോഹരമാക്കും. ലോകം മുഴുവൻ രാത്രിയെ സ്നേഹിക്കുകയും സൂര്യനെ ആരാധിക്കുകയും ചെയ്യും. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന മനോഹരമായ പ്രണയകാവ്യത്തിൽ ഷേക്സ്പിയർ എന്ന വിഖ്യാതനായ എഴുത്തുകാരൻ എഴുതുന്ന മനോഹര ചിന്തയാണത്. അഴകേറെയുള്ള ഒരു ധ്യാനവട്ടം തെളിയുന്നുണ്ടിപ്പോൾ എൻ്റെ മനസ്സിൽ. എന്താണെന്നറിയുമോ? മരണം ശാപം മാത്രമല്ല, അനുഗ്രഹവുമാണെന്ന് മിഴിവേറെയുള്ള ചിന്ത. മരണപ്പെട്ടവനെ മുറിച്ച് കുഞ്ഞു നക്ഷത്രങ്ങളാക്കുകയെന്നാൽ അവനിൽ എന്തോരം പ്രകാശമുണ്ട് എന്നാണ് അർത്ഥം. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കരിനിഴൽ പടർന്ന മനസ്സിൻ്റെ ഇരുട്ടറകളിൽ ഇനി അവൻ പ്രകാശത്തിൻ്റെ മഴവില്ല് തീർക്കും. പിന്നെ മനുഷ്യൻ പ്രകാശത്തിൻ്റെ ഉറവിടമായ സൂര്യനെ ആരാധിക്കും. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസങ്ങളിൽ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ തേങ്ങുന്ന ശബ്ദം ഭാരതം മുഴുവൻ കേട്ടു. അതിപ്രകാരമായിരുന്നു: ഭാരതത്തിൻ്റെ പ്രകാശം പൊലിഞ്ഞുപോയി. നടക്കുന്ന, ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന പ്രകാശമായി ജീവിച്ച മനുഷ്യർ. വെളിച്ചം ഉള്ളിൽ പേറുന്നൊരു മനുഷ്യനെ ഏത് കബറിടങ്ങൾക്കാണ് ഒളിപ്പിച്ചു വെക്കാനാവുക? എന്നിൽ പ്രകാശമുണ്ടെന്നൊക്കെ പറയാൻ അസാധ്യവും അനിതരസാധാരണവുമായ ധൈര്യം ഒരു മനുഷ്യന് വേണം. നസ്രായൻ എന്നെ വിസ്മയിപ്പിക്കുന്നുണ്ട്. അയാൾ മാത്രമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നൊക്കെ ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അത്രത്തോളം പ്രകാശപൂർണിമയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. ആ പ്രകാശത്തെ തല്ലിക്കെടുത്തി എന്ന ധാരണയിൽ, കുഴിച്ചുമൂടി എന്ന ധാരണയിലിരുന്ന മനുഷ്യർ അറിഞ്ഞില്ല ഒരു നാൾ ആ പ്രകാശം മറനീക്കി പുറത്തു വരുമെന്ന്. പീഡകളുടെയും കുരിശേറ്റങ്ങളുടെയും ദുഃഖവെള്ളി അവനെ കല്ലറയ്ക്കുള്ളിൽ പൊതിഞ്ഞുവെങ്കിലും ആ പ്രകാശം പൊട്ടിവിടരാൻ വെമ്പൽ കൊണ്ട് അതിനുള്ളിൽ ഇപ്പോഴും ഓളം വെട്ടി നിൽപ്പുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ജീവിക്കുന്നത്. ജീവിക്കുന്നിടത്തോളം കാലം പ്രകാശത്തിൻ്റെ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും വെള്ളി വെളിച്ചം ഈ ഭൂമിയിൽ വീശാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരാണ് മരിച്ച നാളുകളേറെ പിന്നിട്ടിട്ടും അങ്ങകലെ നിന്ന് കുഞ്ഞു നക്ഷത്രങ്ങളെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ പ്രകാശം വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോഴും പ്രകാശത്തിൻ്റെ ഒരു കൈക്കുടന്ന നിലാവ് അനേകം ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകി വേണം കടന്നു പോകാൻ. കല്ലറയ്ക്കുള്ളിൽ മയങ്ങുന്ന ആ പ്രകാശം നാളെ ഉയർപ്പിൻ്റെ ശോഭ ഈ ലോകത്തോട് വിളിച്ചു പറയും. മരണത്തിന് ശേഷവും നമ്മുടെ പ്രകാശങ്ങൾ ഇവിടെ തെളിയട്ടെ. നന്മയുടെ പ്രകാശങ്ങൾ ഇവിടെ തെളിയട്ടെ. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.